കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹലോ എവ്രിവൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇഗ്നോ ഫോക്കസ് 3.0 ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് UG കോമൺ പേപ്പർ BE GAE 182. അപ്പോ UG കോമൺ പേപ്പർ ആയിട്ടുള്ള BE GAE 182ന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. ആദ്യം തന്നെ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് BE GAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ ഇൻഡെപ്ത് അനാലിസിസ് ആൻഡ് പ്രഡിക്റ്റീവ് എക്സാം ഗൈഡ് ആണ്. ഓക്കെ, അപ്പൊ ഡിസംബർ 2024 ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എസ്പെഷ്യലി ഒരുക്കിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് അപ്രോച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഈ ഒരു ഒബ്ജക്റ്റീവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ സിലബസ് മാപ്പിംഗ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് മാപ്പിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ ഒരു അനാലിസിസ് റെക്കറിംഗ് ടോപ്പിക്സ് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഗൈഡിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഡോക്യുമെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യും, അതുപോലെ നമ്മുടെ സ്ട്രാറ്റജിക് അപ്രോച്ചും ഒക്കെ നമ്മൾ ഇതിനു വേണ്ടി ചൂസ് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സിലബസ്, ഈ ഒരു സബ്ജക്റ്റിന്റെ സിലബസ് ഡീകോഡ് ചെയ്യാനും എക്സാം പാറ്റേൺസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. അടുത്തതാണ് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. അപ്പൊ നമ്മൾ നമ്മുടെ ഈ സബ്ജക്റ്റിന്റെ സിലബസിനെ ഓരോ ബ്ലോക്സ് വെച്ചിട്ടും യൂണിറ്റ്സ് വെച്ചിട്ടും ടോപ്പിക്സ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് എക്സാമിനോട് എത്രത്തോളം റിലവൻസ് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഒരു ഡീറ്റെയിൽ അനാലിസിസ് നടത്തിയിട്ടുള്ളത്. അടുത്തതാണ് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. ഇനി ഈ ഒരു സെക്ഷന് ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, ഫോമാറ്റ്സ്, അതുപോലെ ടോപ്പിക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ്സ്, ഇതെല്ലാമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മുൻകാല ചോദ്യ പേപ്പർ ഡിപ്പെൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അടുത്തതാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. അപ്പൊ ഓരോ യൂണിറ്റിലും ഓരോ ടോപ്പിക്സിലും ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതാണ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ മുൻകാല ചോദ്യ പേപ്പറുകൾ നമ്മൾ നോക്കിയിട്ട് സിലബസ് അനാലിസിസും എല്ലാം ചെയ്തിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക്സ് ഏതാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസംബർ 2024 എക്സാംസിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹൈ പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക്സ് ഏതാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതാണ് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷൻ 2024. അപ്പൊ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഈ വരുന്ന ഡിസംബറിൽ നമുക്കൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ആണ് ഉണ്ടാവുക, അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തതാണ് മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ആൻസർ നമ്മൾ വെൽ സ്ട്രക്ചർ ആയിട്ട് എഴുതുക എന്നും അതിന് എങ്ങനെയാണ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ വെച്ചിട്ട് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നും നമുക്ക് അറിയാൻ സാധിക്കും. അടുത്തതാണ് ഡേറ്റ ഡ്രിവൻ അപ്രോച്ച്. അപ്പൊ ഈ ഒരു ഗൈഡ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് എക്സാംസ് ആണ്. അതായത് 2021 മുതൽ 2023 വരെ നടന്നിരുന്ന എക്സാംസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ സിലബസ് മാപ്പിംഗ് ആണെങ്കിലും ഡീറ്റെയിൽ ടോപ്പിക് അനാലിസിസ് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ കുട്ടികൾക്കൊരു സയന്റിഫിക് ആൻഡ് സ്ട്രാറ്റജിക് അപ്രോച്ച് നൽകാൻ വേണ്ടിയിട്ടാണ് അവരുടെ പ്രിപ്പറേഷന്. ഓക്കെ, പിന്നെ പ്രഡിക്റ്റീവ് അനാലിസിസ് ആണ് ഈ ഒരു ഗൈഡിന്റെ ഹൈലൈറ്റ്. അപ്പൊ അതിൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ട്രെൻഡ്സും കാര്യങ്ങളും ടോപ്പിക്സും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്താണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രഡിക്റ്റീവ് അനാലിസിസ് ആൻഡ് മോഡൽ ആൻസേഴ്സ് എന്ന് പറയുന്നത്.
അപ്പൊ ഈ ഒരു പ്രെഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ ഏത് ടോപ്പിക്സിന് വേണം പ്രയോറിറ്റി കൊടുക്കാൻ, ഏത് ടോപ്പിക്സിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏറ്റവും കൂടുതൽ റിലവൻസ് ഏത് ടോപ്പിക്കിനാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് മോഡൽ ആൻസേഴ്സ് ആണെങ്കിലും അവരും എങ്ങനെയാണ് നമ്മളൊരു ആൻസർ സ്ട്രക്ചർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു റെക്കറിംഗ് ക്വസ്റ്റ്യൻസും പ്രഡിക്റ്റീവ് ടോപ്പിക്സും എല്ലാം ഓർഗനൈസ് ചെയ്ത് നമ്മൾ പഠിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് BEG AE 182 എക്സാം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അടുത്താണ് കൺക്ലൂഷൻ. അപ്പൊ ഈ ഒരു ഗൈഡ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ BEG AE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ ഒരു സ്ട്രാറ്റജിക് കമ്പാനിയൻ ആണ്. ആൻഡ് ഇത് നമുക്ക് നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ സിംപ്ലിഫൈ ചെയ്യാനും എല്ലാം യൂസ്ഫുൾ ആണ്. അപ്പൊ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ്. നമ്മൾ ആ സിലബസ് ആണ് നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിലെ ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ബ്ലോക്കില് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അത് 6 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് വളരെ ഹൈ ആണ്. ഇനി അടുത്തൊരു യൂണിറ്റ് നോക്കുകയാണെങ്കിൽ വി ഹാവ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ടോപ്പിക് ആണ് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇത് 7 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനും ഇമ്പോർട്ടൻസ് ലെവൽ വളരെ ഹൈ ആണ്. ഇനി അടുത്തൊരു യൂണിറ്റ് ആണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അതിൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക് ആണ് വെർബൽ ആൻഡ് നോൺ വെർബൽ ടൈപ്സ്. അപ്പൊ അതില് 5 തവണ ഈ ഒരു ടോപ്പിക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത യൂണിറ്റ് ആണ് റിട്ടൺ വേഴ്സസ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ 4 തവണ ഈ ടോപ്പിക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് ആണ്. അടുത്തതാണ് കോൺവെർസേഷൻ വേഴ്സസ് അതർ സ്പീച്ച് ഇവന്റ്സ്. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺവെർസേഷൻ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇത് 5 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയും ഒരു ഇമ്പോർട്ടൻസ് ലെവൽ മീഡിയം ആണ്. ഇനി നമ്മൾ സെക്കൻഡ് ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ ചോദിച്ചിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഇൻഫോർമൽ ഇന്റർപേഴ്സണൽ ഫങ്ഷൻസ്. അപ്പൊ ഇതിലുള്ള ടോപ്പിക് എന്താണ്? ഗ്രീറ്റിംഗ്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻസ്. ഈ ഒരു ടോപ്പിക് 5 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയും ഇമ്പോർട്ടൻസ് ലെവൽ മീഡിയം ആണ്. ഇനി വേറെ ഒരു യൂണിറ്റ് നമ്മൾ സെക്കൻഡ് ബ്ലോക്കിൽ നോക്കുകയാണെങ്കിൽ വി ഹാവ് മേക്കിംഗ് എൻക്വയറീസ്. അപ്പൊ അതിൽ എന്താണ് ടോപ്പിക്? മേക്കിംഗ് എൻക്വയറീസ് ആൻഡ് അറ്റൻഷൻ ഇൻ ലിസണിങ്. ഈ ഒരു ടോപ്പിക് 6 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ലെവൽ വളരെ ഹൈ ആണ്. അടുത്തൊരു യൂണിറ്റ് ആണ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്. അപ്പൊ ഇതിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ എസെൻഷ്യൽസ് എന്ന് പറഞ്ഞ ടോപ്പിക് 7 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ലെവൽ വളരെ ഹൈ ആണ്. അതുപോലെ വേറൊരു യൂണിറ്റ് ആണ് പ്രസന്റേഷൻ സ്കിൽസ്. അപ്പൊ ഇതിലോ വിഷ്വൽ എയ്ഡ്സ് ഇൻ പ്രസന്റേഷൻ, ഈ ഒരു ടോപ്പിക് 4 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ലെവൽ മീഡിയം ആണ്. ഇനി നമ്മൾ ബ്ലോക്ക് 3ലേക്ക് പോവുകയാണെങ്കിൽ അതിലുള്ള യൂണിറ്റ് ആണ് ദ റീഡിംഗ് സ്കിൽ ലെവൽ ഓഫ് മീനിങ് ഇൻ റീഡിംഗ്. ഈ ഒരു ടോപ്പിക് 6 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയും ഇമ്പോർട്ടൻസ് ലെവൽ വളരെ ഹൈ ആണ്. ഇനി വേറൊരു യൂണിറ്റ് ആണ് വൊക്കാബുലറി ഡെവലപ്മെന്റ്. അപ്പൊ ഇതിലുള്ള ടോപ്പിക് എന്താണ്? വേർഡ് ഫോർമേഷൻ, അഫിക്സേഷൻ ആൻഡ് കോമ്പൗണ്ടിങ്. ഈ ഒരു ടോപ്പിക് 5 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയും ഇമ്പോർട്ടൻസ് ലെവൽ മീഡിയം ആണ്. ഇനി അടുത്തൊരു യൂണിറ്റ് നോക്കുകയാണെങ്കിൽ വി ഹാവ് ദ റൈറ്റിംഗ് സ്കിൽ. അതിൽ ദ റൈറ്റിംഗ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് 6 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് വളരെ ഹൈ ആണ്. ഇനി നമ്മള് ഫോർമൽ ലെറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ അതിൽ ജെൻഡർ ന്യൂട്രൽ ഫോർമൽ ലെറ്റേഴ്സ് 5 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു മീഡിയം ഇമ്പോർട്ടന്റ് ലെവലാണ്. അതുപോലെ ഫോംസ് ഓഫ് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞ യൂണിറ്റിൽ നോക്കുകയാണെങ്കിൽ വി ഹാവ് ബേസിക് ഫോംസ് ഓഫ് ഡിസ്കോഴ്സ്. ഇത് 7 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് വളരെ ഹൈ ആണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കാണ്. ഇനി നമ്മൾ ഈ ഒരു ടോപ്പിക്സിന്റെ ഇമ്പോർട്ടൻസ് ലെവൽ വെച്ചിട്ട് നമ്മൾ ഒരു ഗ്രാഫ് ആണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ബാർ ഗ്രാഫ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ. അപ്പൊ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്രീക്വൻസിയിൽ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്. വി ഹാവ് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ എസെൻഷ്യൽസ് ആൻഡ് ബേസിക് ഫോംസ് ഓഫ് ഡിസ്കോഴ്സ്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു 3 ടോപ്പിക്സ് ആണ്. അതിന്റെ തൊട്ട് താഴെ വരുന്ന ടോപ്പിക്സ് ആണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, അതുപോലെ മേക്കിംഗ് എൻക്വയറീസ് ആൻഡ് അറ്റൻഷൻ ഇൻ ലിസണിങ്, അതുപോലെ ലെവൽസ് ഓഫ് മീനിങ് ഇൻ റീഡിങ്, റൈറ്റിംഗ് പ്രോസസ്. ഇങ്ങനെ പല രീതിയിലാണ് ടോപ്പിക്സിന്റെ ഒരു ഫ്രീക്വൻസി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോപ്പിക് ഇമ്പോർട്ടൻസ്. ഇനി നമ്മൾ ടോപ്പിക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അതായത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ വി ഹാവ് 50% ഹൈ ഇമ്പോർട്ടൻസ് ലെവലിലുള്ള ടോപ്പിക്സും 50% മീഡിയം ഇമ്പോർട്ടൻസ് ലെവലിലുള്ള ടോപ്പിക്സും ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്.
സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് ഈ ഒരു നമ്മൾ ഓൾറെഡി കാണിച്ച ടേബിൾ ആൻഡ് ചാർട്ട് എന്താണ് പറയുന്നത്, ഓരോ ബ്ലോക്സും യൂണിറ്റ്സും ടോപ്പിക്സും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതാക്കിയിട്ടുള്ളത്. ആൻഡ് പ്രീവിയസ് ഇയേഴ്സിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഏരിയ എന്നൊക്കെ മനസ്സിലാവും. അതാണ് കീ ഇൻസൈറ്റ്സ്. അപ്പൊ നമ്മൾ ഈ ഒരു ഫ്രീക്വൻസി അനാലിസിസ് ബാർ ഗ്രാഫിലൂടെ നമ്മൾ എന്താണ് ആ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് കണ്ടത്. ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള ടോപ്പിക്സും ഏരിയാസും ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആൻഡ് ഫോംസ് ഓഫ് ഡിസ്കോഴ്സ്. ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും. ഈ ഒരു ടോപ്പിക്സ് 6 or 7 തവണ മൾട്ടിപ്പിൾ എക്സാംസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മീഡിയം ഫ്രീക്വൻസി ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണ്, മീഡിയം ഇമ്പോർട്ടൻസ് ലെവലിലുള്ള ടോപ്പിക്സ് ആണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, വിഷ്വൽ എയ്ഡ്സ്, വൊക്കാബുലറി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അടുത്താണ് ഇമ്പോർട്ടൻസ് കാറ്റഗറൈസേഷൻ. അത് പൈ ചാർട്ടിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഓരോ ടോപ്പിക്സ് ഹൈ, മീഡിയം, ലോ ഇമ്പോർട്ടൻസിൽ അവരുടെ ഫ്രീക്വൻസിയിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഹൈ ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഒരു 43% സിലബസിൻ്റെത് അവരെ എടുക്കുന്നത്. ആൻഡ് മീഡിയം ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് 50% ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്ട്രാറ്റജിക് ടേക്ക് അവേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് ഹൈ ഇമ്പോർട്ടൻസ് ടോപ്പിക്സിലേക്കാണ്. അതായത് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് ഡിസ്കഷൻ എസെൻഷ്യൽസ്, ഫോംസ് ഓഫ് ഡിസ്കോഴ്സ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. അപ്പൊ ഇതൊക്കെ എന്തായാലും പഠിച്ചു നമ്മൾ ഉറപ്പുവരുത്താം. അടുത്താണ് ബാലൻസ് പ്രിപ്പറേഷൻ. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ അതായത് ഫോക്കസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്യുന്ന അതോടുകൂടി തന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ മീഡിയം ഫ്രീക്വൻസി ടോപ്പിക്സും ഒരേപോലെ പഠിക്കേണ്ടതാണ്. ഇനി വിഷ്വൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുക. അതായത് ഈ ഒരു ഗ്രാഫിക്കലും ടാബുലർ ടൂൾസ് ഒക്കെ നമുക്കൊരു പെട്ടെന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഒരു ക്വിക്ക് റെഫറൻസിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമ്മൾ കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ടൈപ്പും അതിന്റെ ഫ്രീക്വൻസിയും ആവറേജ് മാർക്സും ആണ്. അതായത് ഷോർട്ട് നോട്ട്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഫസ്റ്റ് കാണാനുള്ളത്. അപ്പൊ അത് ഒരു 5 തവണയാണ് ഇപ്പൊ 2021-23 ഈ ഒരു കാലഘട്ടത്തിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 5 തവണയാണ് 5 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലാണ് വരിക. അതിന്റെ ഒരു മാർക്സ് എന്ന് വെച്ചാൽ 10 മാർക്സ് ആണ്. പിന്നെ എസ്സേസ് 6 തവണ എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് 15 മാർക്കാണ് അവരുടെ ആവറേജ് മാർക്സ്. ആൻഡ് ഇപ്പൊ ഫോർമൽ ലെറ്റേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 4 തവണ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് 10 മാർക്സ് ആണ് വരുന്നത്. പിന്നെ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻസ് നോക്കുകയാണെങ്കിൽ അത് 5 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ മാർക്സ് 10 ആണ്. പിന്നെ ഇപ്പൊ ഡയലോഗ്സ് നോക്കുകയാണെങ്കിൽ 4 times ഇറ്റ് ഹാസ് ബീൻ ആസ്ഡ് ആൻഡ് അതിന്റെ മാർക്സ് 10 ആണ്. ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണെങ്കിൽ 3 തവണ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ മാർക്സ് 5 ആണ്. ഇനി നമ്മൾ ഓരോ ബ്ലോക്കിന്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ മൊത്തം നമ്മുടെ ഈ സബ്ജക്ട് 3 ബ്ലോക്കാണുള്ളത്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് 35% മാർക്സും, സെക്കൻഡ് ബ്ലോക്ക് 30% മാർക്സും, തേർഡ് ബ്ലോക്ക് 35% മാർക്സും ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ അതൊരു ഈ പറഞ്ഞ സെയിം ഇൻഫർമേഷൻ ഒരു പൈ ചാർട്ടിലാണെങ്കിൽ ഇങ്ങനെയാണ്. പിങ്ക് കളറാണ് ബ്ലോക്ക് 3 റെപ്രസെന്റ് ചെയ്യുന്നത് 35%, ഓറഞ്ച് കളർ ബ്ലോക്ക് 2 30% ആൻഡ് യെല്ലോ കളർ ബ്ലോക്ക് 1 35%. ഇനി നമ്മൾ ഇതൊരു ബാർ ഗ്രാഫ് പോലെ ആക്കുകയാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ഫ്രീക്വൻസി വെച്ച് നോക്കുമ്പോൾ എസ്സേസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത്. പിന്നെ അതിന്റെ തൊട്ട് താഴെയാണ് ഷോർട്ട് നോട്ട്സും ഗ്രൂപ്പ് ഡിസ്കഷൻസും വരുന്നത്. അതുപോലെ പിന്നെ താഴെയുള്ളത് ഷോർട്ട് നോട്ട്സ് ആണ്. അതിന് ശേഷം ഷോർട്ട് നോട്ട്സ് ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്. പിന്നെയുള്ള ലെവലാണ് ഫോർമൽ ലെറ്റേഴ്സ് ആൻഡ് ഡയലോഗ്സ്. പിന്നെയാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ കാണുന്നത്. ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ ഒരു അനാലിസിസ് എങ്ങനെയാണ് നമ്മൾ ഓരോ ബ്ലോക്സും യൂണിറ്റും ഒക്കെ കവർ ചെയ്തിട്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ആൻഡ് ട്രെൻഡ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും കോമൺ ക്വസ്റ്റ്യൻ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ താഴെ കൊടുക്കാൻ പോകുന്നത്. അതായത് ഇപ്പൊ ഷോർട്ട് നോട്ട്സിന്റെ ഒരു കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് 5 തവണയൊക്കെ ആവറേജ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൽ ചോദിക്കുന്ന ഷോർട്ട് നോട്ട്സിലെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺവെർസേഷൻ ആൻഡ് ടൈപ്സ് ഓഫ് സ്പീച്ച് ഇവന്റ്സ്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. ആൻഡ് ഇതിന് 10 മാർക്സ് ആണ് വരുന്നത്. ഇനി രണ്ടാമത്താണ് എസ്സേ ക്വസ്റ്റ്യൻസ്. എസ്സേ ക്വസ്റ്റ്യൻസ് വെച്ചാൽ 6 തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാനുള്ള ഫ്രീക്വൻസി ലെവൽ അത്രയും ഹൈ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പൊ അതിൽ എന്താണ് ടോപ്പിക്സ് വരുന്നത്? ടോപ്പിക്സ് ആണ് we have forms of discourse, group discussion and higher education in India. ഇതിന് 15 മാർക്കാണ് വരുന്നത്.
അടുത്തതാണ് ഫോർമൽ ലെറ്റേഴ്സ്. ഫോർമൽ ലെറ്റേഴ്സ് എന്ന് വെച്ചാൽ ഇതൊരു ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുണ്ട് നമ്മളെ പ്രാക്ടിക്കൽ റൈറ്റിംഗ് സ്കിൽ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഉള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരല്? ജെൻഡർ ന്യൂട്രൽ ലാംഗ്വേജ് ആൻഡ് ജോബ് ആക്സെപ്റ്റൻസ് ലെറ്റേഴ്സ്, ഇതിന് 10 മാർക്സ് ആണ് വരാറ്. അടുത്തതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആൻഡ് ഡയലോഗ്സ്. അപ്പൊ ഇത് എങ്ങനെയാണ്? ഇത് കൺസിസ്റ്റന്റ്ലി വരാറുണ്ട്. അപ്പൊ ഇതിൽ തീംസ് എന്തൊക്കെയാണ് വരാറ്? ഓൺലൈൻ ലേണിംഗ് ഓർ എൻവയൺമെന്റൽ ഇഷ്യൂസ്, ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെയാണ് വരാറ്. അതിനും 10 മാർക്സ് ആണ്. പിന്നെ അടുത്തതാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. അപ്പൊ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് വെച്ചാൽ കുറച്ച് ലെസ് ഫ്രീക്വന്റ് ആയിട്ടാണ് ചോദിക്കുക, എന്നാലും നമുക്ക് ഒട്ടും ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ടോപ്പിക്സ് എന്താണ്? ഇപ്പൊ ലെവൽസ് ഓഫ് മീനിങ് അല്ലെങ്കിൽ ഇന്റർപ്രിറ്റേറ്റീവ് റീഡിംഗ്, ഇതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് 5 മാർക്സ് ആണ് വരുന്നത്. ഇനി നമ്മൾ ബ്ലോക്ക് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബ്ലോക്ക് 1 35% ആണ് വരുന്നത്. ആൻഡ് ഇതിൽ ഹൈ റിലവൻസ് ടോപ്പിക്സ് ഉണ്ട്. അതായത് ഇപ്പൊ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റിട്ടൺ വേഴ്സസ് ഓറൽ കമ്മ്യൂണിക്കേഷൻ, ഈ ടോപ്പിക്സ് ഒക്കെ ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നതാണ്. ഇനി സെക്കൻഡ് ബ്ലോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ 30% ആണ് വരുന്നത്. അപ്പൊ ഇതിൽ ഗ്രൂപ്പ് ഡിസ്കഷൻസ്, മീറ്റിംഗ് എറ്റിക്വേറ്റ് ആൻഡ് പ്രസന്റേഷൻ സ്കിൽസ്, ഇതൊക്കെയാണ് ഈ ബ്ലോക്കിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇനി ബ്ലോക്ക് 3 നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്, 35% ആണ് അവരുടെ മാർക്സ് കോൺട്രിബ്യൂഷൻ ഉള്ളത്. അപ്പൊ ഇതിൽ എന്താണ്? ഫോർമൽ ലെറ്റേഴ്സ്, വൊക്കാബുലറി ഡെവലപ്മെന്റ്, റൈറ്റിംഗ് പ്രോസസ്, ഇതൊക്കെയാണ് ഉള്ളത്. ഇനി നമ്മൾ സ്ട്രാറ്റജിക് ടേക്ക് അവേസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എസ് എ ക്വസ്റ്റ്യൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ടത് ഫസ്റ്റ് ബ്ലോക്കും തേർഡ് ബ്ലോക്സും ആണ്. എസ് എ ക്വസ്റ്റ്യൻസിന് ഷോർട്ട് നോട്ട്സും പ്രാക്ടിക്കൽ റൈറ്റിംഗും ആണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സെക്കൻഡ് ബ്ലോക്കിലാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി ബാലൻസ്ഡ് കവറേജ് എന്നുള്ള രീതിയിൽ നമ്മൾ ബ്ലോക്ക് 1ഉം 3ഉം 35% രണ്ടും ഈക്വലി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ബ്ലോക്കും തേർഡ് ബ്ലോക്കും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാൻ. ഇനി നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഓരോ ബ്ലോക്സും യൂണിറ്റ്സും വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നമുക്കറിയാം ഫസ്റ്റ് ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഈ ഒരു ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, അതായത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ 5 times ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അതിന്റെ ആവറേജ് മാർക്സ് വരുന്നത് 10 ആണ്. അതുപോലെ നമുക്ക് ബ്ലോക്ക് 1 പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇതിൽ സ്റ്റെപ്സ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, ഇതും 4 തവണ ചോദിച്ചിട്ടുണ്ട്. അതിന് 10 മാർക്കിനാണ്. അതുപോലെ സെക്കൻഡ് ബ്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓക്കെ, ഈ ഒരു യൂണിറ്റിൽ ചോദിച്ചിട്ടുള്ളതാണ് എസെൻഷ്യൽസ് ഓഫ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇത് 6 തവണ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് 15 മാർക്സ് ആണ് ഉള്ളത്. ആൻഡ് ഇനി നമ്മൾ ബ്ലോക്ക് 2 നോക്കുകയാണെങ്കിൽ വി ഹാവ് പ്രസന്റേഷൻ സ്കിൽസ്. അതിൽ യൂസിങ് വിഷ്വൽ എയ്ഡ്സ് ഇഫക്റ്റീവ്ലി, ഈ ഒരു ടോപ്പിക്ക് 4 തവണ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് 10 മാർക്സ് ആണ്. ഇനി ബ്ലോക്ക് 3 നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് വൊക്കാബുലറി ഡെവലപ്മെന്റ്. അപ്പൊ അതിൽ അഫിക്സേഷൻ ആൻഡ് കോമ്പൗണ്ടിങ്, ഇത് 5 തവണ ചോദിച്ചിട്ടുണ്ട്. 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ബ്ലോക്ക് 3 ഒരു യൂണിറ്റ് ആണ് ഫോർമൽ ലെറ്റേഴ്സ്. അപ്പൊ അതിൽ ജെൻഡർ ന്യൂട്രൽ ആൻഡ് ഫോർമൽ ലെറ്റേഴ്സ്, ഇത് 5 തവണ ചോദിച്ചിട്ടുണ്ട്. 10 മാർക്സിൻ്റെതാണ്. ഇനി നമ്മൾ ഈ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഫ്രീക്വൻസി ഓരോന്ന് ടോപ്പിക് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എസെൻഷ്യൽസ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് വിത്ത് ഫ്രീക്വൻസി. പിന്നെ അതിന് തൊട്ട് താഴെ വരുന്നതാണ് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അഫിക്സേഷൻ ആൻഡ് കോമ്പൗണ്ടിങ് ആൻഡ് ജെൻഡർ ന്യൂട്രൽ ആൻഡ് ഫോർമൽ ലെറ്റേഴ്സ്, ഈ ഒരു പേപ്പേഴ്സ്. ഓക്കെ, പിന്നെ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് സ്റ്റെപ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആൻഡ് യൂസിങ് വിഷ്വൽ എയ്ഡ്സ് ഇഫക്റ്റീവ്ലി. ഇനി നമ്മൾ ഈ ഒരു ഇത് മാർക്സ് അലൊക്കേഷൻ, അതായത് ഓരോ റിപ്പീറ്റഡ് ആയിട്ട് ടോപ്പിക്ക് ചോദിക്കുമ്പോൾ അതിന്റെ മാർക്സ് അലൊക്കേഷൻ എങ്ങനെയാണ് വരുന്നത്? ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എസെൻഷ്യൽസ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ 23.1% ആണ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ബാക്കി എല്ലാ ടോപ്പിക്സും ഏകദേശം ഒരേ ഇമ്പോർട്ടൻസ് ലെവലിലാണ്, മാർക്സ് ഒരേ രീതിയിലാണ് അതിന് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എല്ലാം 15.4% ആ ഒരു റേഷ്യോയിലാണ്.
റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്ക് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. ഓരോ ബ്ലോക്സും യൂണിറ്റ്സും ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ആണ് ഇപ്പൊ റെക്കറിംഗ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ബ്ലോക്കിലെ യൂണിറ്റ് 2-ലുള്ള ക്വസ്റ്റ്യൻ ആണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇത് 5 തവണ ചോദിച്ചിട്ടുണ്ട് ആൻഡ് അതിന് 10 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതായത് ഒരു എക്സാമ്പിൾ ആണ് വാട്ട് ആർ ദ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, ഹൗ ക്യാൻ ദേ ബി റിമൂവ്. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അടുത്തതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്. അപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് സെക്കൻഡ് ബ്ലോക്കിലെ 3rd യൂണിറ്റിലുള്ളതാണ്. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അത് 6 തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതും 15 മാർക്സ് ആണ് ആ ഒരു ക്വസ്റ്റ്യന് വരുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് വാട്ട് ആർ ദി എസെൻഷ്യൽസ് ഓഫ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ, അങ്ങനെ ആയിരിക്കാം ക്വസ്റ്റ്യൻ. അടുത്താണ് വൊക്കാബുലറി യൂണിറ്റ്, അതായത് അഫിക്സേഷൻ ആൻഡ് കോമ്പൗണ്ടിങ്. ഇത് 3rd ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റിലെ ടോപ്പിക് ആണ്. ഇത് 5 തവണ ചോദിച്ചിട്ടുണ്ട്. അതും 10 മാർക്കാണ് അതിന് വരുന്നത്. ഇനി നമ്മൾ വിഷ്വൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ വി ഹാവ് ബാർ ചാർട്ട് ആൻഡ് പൈ ചാർട്ട്. അപ്പോൾ ആ ബാർ ചാർട്ടിൽ കാണിക്കുന്നത് ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് ഏതാണ്, അതുപോലെ അത് ഏറ്റവും കൂടുതൽ ഉള്ളത് നമുക്ക് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, വൊക്കാബുലറി ഡെവലപ്മെന്റ് ആണ്. അങ്ങനെയാണ് ആ ബാർ ചാർട്ടിലുള്ളത്. ഇനി പൈ ചാർട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മാർക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ഒരു പെർസെന്റേജ് ഓഫ് മാർക്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ 15 മാർക്സ് ആണ് അതിന് വരുന്നത്. ആൻഡ് അതുപോലെ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ അതൊക്കെ 10 മാർക്സ് ആണ് വരുന്നത്. ഇനി നമ്മൾ ഹൈ ഫ്രീക്വൻസി ഏരിയാസിന് എന്തൊക്കെയാണ് നമ്മൾ തരുന്ന ടിപ്സ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് നോക്കുകയാണെങ്കിൽ വി ഹാവ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് ഹൈലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് ഇപ്പൊ നമ്മള് ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, വൊക്കാബുലറി ഡെവലപ്മെന്റ്, ഈ ഒരു ഏരിയാസ് ഒക്കെ തറോ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്താണ് നമ്മൾ സ്റ്റഡി ടൈം, അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓരോ ടോപ്പിക്സിനും അവരുടെ വെയിറ്റേജ് അനുസരിച്ച് ടൈം അലോക്കേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ കൂടുതലും 15 മാർക്കിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസിന് അത്രയും ടൈം എടുത്ത് പഠിക്കുക. ഇനിയാണ് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. അതായത് നമ്മൾ എഴുതി തന്നെ ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് പഠിക്കുക. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ വാട്ട് ആർ ദ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അഫിക്സേഷൻ, കോമ്പൗണ്ടിങ്, ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ആൻഡ് അതിന് നമ്മൾ എഴുതി തന്നെ പഠിക്കുക. അടുത്താണ് ഇനി ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് നമുക്ക് എങ്ങനെയാണ് ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഓരോ യൂണിറ്റില് ഓരോ ബ്ലോക്കില് ചോദിക്കുന്ന ടോപ്പിക്സ്. അതായത് ഇപ്പൊ ഫസ്റ്റ് ബ്ലോക്കില് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ യൂണിറ്റ് 5 തവണ ഫ്രീക്വന്റ് ആയി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് വളരെ ഹൈ ചാൻസ് ആണ് ചോദിക്കാന്. കാരണം ഇതിനുള്ള നമ്മൾ ഹൈ ചാൻസ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഒരുപാട് എക്സാംസിൽ എപ്പോഴും ചോദിച്ചിട്ടുണ്ട് ആൻഡ് ഹൈ മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. അതുപോലെ ഫസ്റ്റ് ബ്ലോക്കിലെ വേറൊരു യൂണിറ്റ് ആണ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇതിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ 4 തവണ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പ്രോബബിലിറ്റി മീഡിയം ആണ്. ആൻഡ് ഇത് കൂടുതലും ഒരു മീഡിയം ലെവലിൽ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് ബ്ലോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് ഗ്രൂപ്പ് ഡിസ്കഷൻ, അതായത് എസെൻഷ്യൽസ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ. അത് 6 തവണ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അതിന്റെ പ്രോബബിലിറ്റി ഹൈ ആണ്. ആൻഡ് ഇത് ബ്ലോക്ക് 2-ലെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ആൻഡ് ഇതിന് 15 മാർക്കിലാണ് ഈ ക്വസ്റ്റ്യന് ചോദിക്കാറുള്ളത്. ഇനി ബ്ലോക്ക് 2-ലെ വേറൊരു ടോപ്പിക് നോക്കുകയാണെങ്കിൽ വി ഹാവ് പ്രസന്റേഷൻ സ്കിൽസ് യൂസിങ് വിഷ്വലൈസ് എഫക്റ്റീവ്ലി. ഇത് 4 തവണ ചോദിച്ചിട്ടുണ്ട്. ഒരു മീഡിയം ലെവലാണ്. അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, പക്ഷെ ഒരു മീഡിയം വെയിറ്റേജ് ആണ് അതിനുള്ളത്. അടുത്താണ് 3rd ബ്ലോക്കിലെ വൊക്കാബുലറി ഡെവലപ്മെന്റ്. അപ്പൊ ഈ ഒരു വൊക്കാബുലറി ഡെവലപ്മെന്റ് ആൻഡ് ഫോർമൽ ലെറ്റേഴ്സ്, ഈ ഒരു യൂണിറ്റ്സിൽ വളരെ ഹൈ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് വൊക്കാബുലറി ബേസ്ഡ് ഒരു ടോപ്പിക് ആണ്. അപ്പൊ എപ്പോഴും ചോദിക്കാറുണ്ട്. ആൻഡ് നമ്മൾ റൈറ്റ് ചെയ്തിട്ട് തന്നെ എഴുതി തന്നെ പഠിക്കണം. അടുത്താണ് ഈ ടോപ്പിക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പൈ ചാർട്ട് റെപ്രസെന്റേഷൻ ആണിത്. അപ്പോൾ ഇതില് എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഹൈ ആയിട്ട് ചോദിക്കാനുള്ള ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് എത്രയാണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ്, 66.7%. അതുപോലെ മീഡിയം ടോപ്പിക് പ്രോബബിലിറ്റി 33.3% ആണ്. ഇനി നമ്മൾ അതൊരു ബാർ ചാർട്ട് നോക്കുകയാണെങ്കിൽ വി ഹാവ് ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എസെൻഷ്യൽസ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ. അതിന് തൊട്ട് താഴെ വരുന്ന ടോപ്പിക്സ് ആണ് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അഫിക്സേഷൻ ആൻഡ് കോമ്പൗണ്ടിങ്, ജെൻഡർ ന്യൂട്രൽ ആൻഡ് ഫോർമുലേറ്റേഴ്സ്, ഈ ഒരു ടോപ്പിക്സ് ഒക്കെ. പിന്നെ ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടുള്ള ടോപ്പിക് ആണ് സ്റ്റെപ്സ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സും യൂസിങ് വിഷ്വലൈസ് എഫക്റ്റീവ്ലി എന്ന് പറയുന്നത്. അടുത്ത ഇനി നമ്മൾ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്. അപ്പൊ നമ്മൾ ഓരോ ടോപ്പിക്സ് ഏതൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളതും അപ്പൊ അത് ഹൈ, മീഡിയം, ലോ പ്രോബബിലിറ്റി ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിനൊരു പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. നമ്മൾ പ്രോബബിലിറ്റി റേറ്റിംഗ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ടേബിൾസ് അല്ലെങ്കിൽ ടോപ്പിക്സ് ഏതാണ് വരുന്നത്? ഇപ്പൊ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് 1-ല് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്.
ഇനി ഗ്രൂപ്പ് ഡിസ്കഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ബ്ലോക്ക് 2 ഏറ്റവും കൂടുതൽ 6 തവണ ചോദിച്ചിട്ടുണ്ട്, 15 മാർക്കുമാണ് ആ ക്വസ്റ്റിന് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ വൊക്കാബുലറി ഡെവലപ്മെന്റ് ബ്ലോക്ക് 3 നോക്കുകയാണെങ്കിൽ അത് ഷോർട്ട് ക്വസ്റ്റ്യൻസിനൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഫിക്സേഷൻ ആൻഡ് കോമ്പൗണ്ടിങ് അതിനൊക്കെ. അടുത്താണ് ഫോർമൽ ലെറ്റേഴ്സ് ബ്ലോക്ക് 3-ലുള്ളതാണ്. ഇത് എപ്പോഴും നമ്മൾ റൈറ്റിംഗ് സ്കില്ല് പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ളത്. അടുത്തത് മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക്സ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് ഹൈ പ്രോബബിലിറ്റി ആണ്. ഇനി മീഡിയം പ്രോബബിലിറ്റി നോക്കുകയാണെങ്കിൽ വി ഹാവ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ് ബ്ലോക്കില്, അത് മോഡറേറ്റ്ലി എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെയാണ് പ്രസന്റേഷൻ സ്കിൽസ് സെക്കൻഡ് ബ്ലോക്കില്, ഇത് റെഗുലർ ആയിട്ട് ചോദിക്കാറുണ്ട്, പക്ഷെ ഇതിന്റെ വെയിറ്റേജ് മീഡിയം ആണ്. ഇനി നമ്മൾ വിഷ്വൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ നേരത്തെ കാണിച്ച പൈ ചാർട്ടിലും ബാർ ചാർട്ടിലും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പൊ ആ പൈ ചാർട്ടിൽ 67% ആണ് ഹൈ ഇമ്പോർട്ടൻറ്റ്, 33% ആണ് മീഡിയം ഇമ്പോർട്ടൻറ്റ്. ബാർ ചാർട്ടിലും നമുക്കറിയാം റെഡ് കളറിലുള്ളതാണ് ഏറ്റവും ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് ഉള്ളത്, അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ. ഇനിയാണ് ഇപ്പൊ സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സിന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ നമ്മൾ മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക്സ് പഠിക്കാൻ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് അതും നമ്മൾ പഠിക്കണം. പിന്നെ റൈറ്റിംഗ് സ്കിൽസ് പ്രാക്ടീസ് ചെയ്യണം, അതായത് ഫോർമൽ ലെറ്റേഴ്സും അതൊക്കെ നമ്മൾ കൈകൊണ്ട് എഴുതിയിട്ട് തന്നെ പഠിക്കണം. അടുത്താണ് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് എന്താന്ന് വെച്ചാല് നമുക്കറിയാം നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നമ്മളിപ്പോ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഇപ്പൊ 2 hours 50 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് ബേസിക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി, ഫോളോ വേർഡ് ലിമിറ്റ്സ് ആസ് സ്പെസിഫൈഡ് ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ, മാർക്സ് ആർ ഇൻഡിക്കേറ്റ് അഗൈൻസ്റ്റ് ഈച്ച് ക്വസ്റ്റ്യൻ ആൻഡ് യൂസ് ക്ലിയർ ആൻഡ് കൺസൈസ് ലാംഗ്വേജ് വൈൽ ആൻസർ. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്താണുള്ളത്, ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 100 words. ഈച്ച് സബ് ക്വസ്റ്റ്യൻ ക്യാരീസ് 5 marks. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതാനുള്ളത്. ആൻഡ് അത് 4ഉം 100 words വെച്ചിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 1.1 വാട്ട് ആർ ദ സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, പ്രൊവൈഡ് എക്സാമ്പിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹൗ ആർ ന്യൂ വേർഡ്സ് ഫോംഡ് ത്രൂ അഫിക്സേഷൻ ആൻഡ് കോമ്പൗണ്ടിങ്, ഗിവ് എക്സാമ്പിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആസ്പെക്ട്സ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ മേക്കിംഗ് എ പ്രസന്റേഷൻ ഇഫക്റ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, explain the differences between oral and written communication, provide examples. We move on to the next question, what are the macro functions of communication, explain with examples. അടുത്ത question, describe the 4 basic forms of discourse with suitable examples. ഇനി രണ്ടാമത്തെ question ആണ്, ഇതിൽ any one of the following question in 200 words, this question carries 10 marks. അപ്പൊ ഇതിൽ 2 questions ഉണ്ട്. ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു question ആണ് നമ്മൾ എഴുതേണ്ടത്. 10 മാർക്കാണ് ഒരു question ഉള്ളത്. അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, യു ഹാവ് ജസ്റ്റ് മെറ്റ് എൻ ഇന്റർനാഷണൽ പാർട്ടിസിപ്പന്റ് അറ്റ് എ ഗ്ലോബൽ കോൺഫറൻസ്, റൈറ്റ് എ ഡയലോഗ് 10 exchanges introducing yourselves and sharing perspectives on the importance of communication skills in a professional setting. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് എഴുതാനുള്ള വേറെ ഓപ്ഷൻ ആണ്, റൈറ്റ് എ വെൽ സ്ട്രക്ചർഡ് എസ്സേ ഓൺ എനി വൺ ഓഫ് ദ ഫോളോയിങ് ടോപ്പിക്സ്. അതിലെ അതായത് ഒരു എസ്സേ എഴുതണം, 2 ടോപ്പിക്സ് ആണുള്ളത്, ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അതായത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ മോഡേൺ സൊസൈറ്റി, ആൻഡ് സെക്കൻഡ് വൺ ദ റോൾ ഓഫ് ഇഫക്റ്റീവ് ടീം വർക്ക് ഇൻ കരിയർ സക്സസ്. ഇതാണ്. അപ്പൊ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ 3 നോക്കുകയാണെങ്കിൽ ഇതിൽ ഈ 2 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഴുതാം. 200 മാർക്കിനാണ് ഉള്ളത്, 200 വേർഡ്സ് ആണുള്ളത്, 10 മാർക്സ് ആണ് ഉള്ളത്, 10 മാർക്സിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വി ഹാവ് write a formal letter to the director of a company accepting an offer for the position of research associate, include appropriate formal tone and structure. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇത് അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, a group of 5 students has been given the topic encouraging youth to develop good reading habits. Write a group discussion involving the viewpoints of all participants. ഇതാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഇനി നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ 250 വേർഡ്സിൽ നമ്മൾ എഴുതണം. and ഇതിന് 15 മാർക്കാണ് ഉള്ളത്. അപ്പൊ അതിലുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, എക്സ്പ്ലെയിൻ ദ 3 ബ്രോഡ് കാറ്റഗറീസ് വിത്ത് റെലവെന്റ് എക്സാമ്പിൾസ്. അല്ലെങ്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ 4 ലെവൽസ് ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, പ്രൊവൈഡ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ടു ഇല്ലസ്ട്രേറ്റ് ഈച്ച് ലെവൽ. അപ്പൊ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഴുതാം. അപ്പൊ ഇതാണ് നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇത് നമുക്ക് എഴുതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്, ടോപ്പിക്സും കാര്യങ്ങളും പ്രിപ്പറേഷൻ ലെവലൊക്കെ മനസ്സിലാവും. സോ ഈ ഒരു ഡിസംബർ ടേം എൻഡ് എക്സാമിനേഷൻ എഴുതുന്ന എല്ലാ സ്റ്റുഡൻസിനും എൻ്റെ ഓൾ ദി ബെസ്റ്റ് അറിയിക്കുന്നു. സോ ഐ ഹോപ്പ് യു ആർ ഓൾ ഏബിൾ ടു റൈറ്റ് ദി എക്സാംസ് കോൺഫിഡൻ്റ്ലി ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ആൻ ഈസി എക്സാം ഫോർ യു ഓൾ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ?
അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.